കഴിഞ്ഞ വീഡിയോകളിൽ നട്ടെല്ല് എങ്ങനെയാണ് ഇരിക്കുന്നത്, ഡിസ്കിൻ്റെ രൂപം എന്നാണ്, അത് തള്ളിപ്പോകുന്നതാണോ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ ഡിസ്ക് എക്സ്റേയിൽ കണ്ട് പിടിച്ചിടാൻ കഴിയുമോ എന്ന കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. സാധാരണ എക്സ്റേയിൽ ഡിസ്ക്, സുഷുമ്ന, നാഡികൾ എന്നിവ കാണാൻ സാധിക്കില്ല. ഡിസ്ക് എന്താണെന്ന് ഒരിക്കൽ പോലും കാണാത്ത ചില ചികിത്സാരീതികളിലെ വിദഗ്ധന്മാർ അവർ ഡിസ്ക് എക്സ്റേയിൽ വ്യക്തമായി കാണാമെന്ന് പറഞ്ഞ് ലേഖനങ്ങൾ പോലും എഴുതുന്ന അവസ്ഥയാണ് നാം ഇന്ന് കാണുന്നത്. ഹൗസ് സർജൻസിക്ക് ചേരുന്ന കുട്ടികളെ രോഗികളുടെ എക്സ്റേ എടുത്ത് ഇവർ ഡിസ്ക് തള്ളിയ ഭാഗം കാണിച്ചു കൊടുക്കും. ഈ കുട്ടികൾക്ക് ഒന്നും കണ്ടാൽ അറിയില്ല, അവർ തലയാട്ടും. കുറച്ച് നാൾ കഴിയുമ്പോൾ അവരും ഇതേ രീതി തന്നെ പിന്തുടരും. ഇതാണ് ഇന്ന് കണ്ടുവരുന്നത്. ഇവർക്ക് ഈ എക്സ്റേയെക്കുറിച്ചോ അതിൻ്റെ രീതികളെക്കുറിച്ചോ വേണ്ടത്ര ജ്ഞാനം ലഭിക്കാത്തതിനാൽ ഈ മണ്ടത്തരം കാലാകാലങ്ങളായി പിന്തുടരുന്ന രീതിയാണ് നിലവിലുള്ളത്. ഇവരുടെ പാരമ്പര്യ വൈദ്യശാസ്ത്ര പുസ്തകങ്ങളിലൊന്നും ഡിസ്ക് എന്ന അവയവത്തെക്കുറിച്ച് ഒരു പരാമർശം പോലും ഇല്ല. 25 വർഷം മുമ്പ് വരെ കേരളത്തിൽ ഡിസ്ക് പിടിച്ചിടുന്ന ആരും ഉണ്ടായിരുന്നില്ല. മിക്ക രോഗികളും മൈസൂരിലെ KR നഗർ എന്ന സ്ഥലത്ത് പോയി ഒരു ഗാൻ്റെ അടുത്താണ് ഡിസ്ക് പിടിച്ചിട്ട് ചികിത്സ ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് പോലും ഇതെന്താണ് ഡിസ്ക് എന്ന് അറിയില്ല. എക്സ്റേ നോക്കിയാണ് അദ്ദേഹം ഡിസ്ക് പിടിച്ചിട്ടിരുന്നത്. ഈ എക്സ്റേയിൽ കാണുന്ന കശേരുവിനെയാണ് അദ്ദേഹം ഡിസ്ക് എന്ന് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഡിസ്ക് പിടിച്ചിട്ടതിന് ശേഷം വീണ്ടും എക്സ്റേ എടുക്കും. ആ എക്സ്റേയുമായിട്ട് നമ്മൾ വീണ്ടും അദ്ദേഹത്തെ തന്നെ കാണാൻ പോയപ്പോഴും അദ്ദേഹം പറഞ്ഞത് അതിൽ തള്ളിയിട്ടുണ്ടെന്നാണ്. മെഡിക്കൽ ഡിഗ്രിയുടെ സംരക്ഷണത്തിൽ ഇവർ ഡിസ്ക് പിടിച്ചിടാമെന്ന് ലേഖനം എഴുതുന്നു, പരസ്യം ചെയ്യുന്നു. ഒരാളുടെ എക്സ്റേ സാധാരണമെന്നോ അസാധാരണമെന്നോ എത്ര എക്സ്പെർട്ടായിട്ടുള്ള റേഡിയോളജിസ്റ്റ് പോലും പറയാൻ കഴിയുന്നില്ലെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട്. ഇവർ പൊതുവെ ആധുനിക ശാസ്ത്ര കാര്യങ്ങൾ പഠിക്കാതെ തന്നെ അനുകരിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അവരുടേതല്ലാത്ത ചികിത്സ പിന്നെ അങ്ങോട്ട് ഉൾപ്പെടുത്തുകയാണ് ചെയ്യുക. ഒരു വൈദ്യപുസ്തകത്തിലും ഡിസ്ക് തള്ളുമെന്ന് പറയുന്നില്ല. ഡിസ്ക് പ്രൊലാപ്സ് എന്നാൽ ഡിസ്ക് തള്ളിപ്പോകുമെന്നല്ല അതിൻ്റെ പ്രായോഗിക അർത്ഥം. അതുപോലും ഇവർ ശരിയായി പഠിച്ചിട്ടില്ല. യൂട്രസ് പ്രൊലാപ്സ് എന്നാൽ യൂട്രസ് തള്ളിപ്പോകുന്നതാണല്ലോ. അതുപോലെ തന്നെയാണ് ഡിസ്ക് പ്രൊലാപ്സ് എന്നാൽ ഡിസ്ക് തള്ളിപ്പോയതായി ഇവർ തെറ്റിദ്ധരിക്കുകയും അതിനനുസരിച്ചുള്ള കോപ്രായ ചികിത്സകളാണ് പിന്നീട് ചെയ്യുന്നത്. ഇതൊന്നും അറിയാത്തവർ അവരുടെ പരമ്പരാഗത പരിശോധനകളും ചികിത്സകളും ഉപേക്ഷിച്ചിട്ട് ആധുനിക ശാസ്ത്രത്തിൻ്റെ കുപ്പായം അണിഞ്ഞ് എക്സ്റേയിൽ കാണാത്ത ഡിസ്ക് കണ്ടു എന്നും തള്ളാത്ത ഡിസ്ക് തള്ളി എന്നും പറഞ്ഞിട്ടുള്ള പരിശോധനകളും ചികിത്സകളുമാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫലം എന്തായിരിക്കുന്നത് നമ്മൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. MRI സ്കാനിങ് കണ്ടെത്തുന്നിടം വരെ ഈ എക്സ്റേ എടുത്താണ് ഈ ആധുനികമെന്ന് പറയുന്ന ശാസ്ത്രം പോലും ഇവിടെ ഈ ഡിസ്ക് തള്ളി തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ അവർ കാല് പൊന്തിച്ച് നോക്കി അങ്ങനെ ചില വികൃത പരിശോധനകൾ അവർ നടത്തിയിരുന്നു. ഇതിനെതിരെ കഴിഞ്ഞ 36 വർഷമായി അതേക്കുറിച്ച് പഠനം നടത്തുകയും ലേഖനങ്ങളും പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അംഗീകൃത ചികിത്സാ രീതികളിൽ നിരവധി വർഷം ചികിത്സിച്ചിട്ടും നടുവേദനയ്ക്കും കഴുത്തുവേദനയ്ക്കും ഒരു ഗുണവും കിട്ടാത്തതിനാൽ എവിടെ പോയാലാണ് രക്ഷ കിട്ടുക എന്ന് വിചാരിച്ച് അതിശയോക്തി കലർത്തിയ ചികിത്സാ രീതികളിലേക്കാണ് ഇപ്പോൾ രോഗികൾ പോകുന്നത്. പണം സമ്പാദിക്കാൻ ഇതാണ് പറ്റിയ മാർഗമെന്നും അവസരമെന്നും തിരിച്ചറിഞ്ഞ ചില അംഗീകൃത ചികിത്സാ രീതിയിലുള്ളവർ അവരുടെ സകല പരമ്പരാഗത പരിശോധനകളും ചികിത്സകളും ഉപേക്ഷിച്ച് സകല ചികിത്സാ പ്രോട്ടോക്കോളുകളും ലംഘിച്ച് എക്സ്റേ, MRI തുടങ്ങിയ പരിശോധനകൾ നടത്തി ഡിസ്ക് തള്ളിയതായി തീരുമാനിച്ച് ഡിസ്ക് പിടിച്ചിടുന്ന ചികിത്സയിലേക്ക് അവർ മാറിയിരിക്കുന്നു. എക്സ്റേ നോക്കിയിട്ട് ഡിസ്ക് തള്ളിയത് തീരുമാനിക്കുകയും അത് പിടിച്ചിടുകയും ചെയ്തിരുന്നവർ ഇപ്പോൾ MRIയുടെ വരവോട് കൂടിയിട്ട് അതിനകത്തേക്ക് മാറിയിട്ടുണ്ട്. MRI എടുത്ത് ഡിസ്ക് തള്ളിയതായി തീരുമാനിക്കുന്നതിൻ്റെ അശാസ്ത്രീയതയെക്കുറിച്ച് ഞാൻ ധാരാളം ലേഖനങ്ങളും പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. അതേക്കുറിച്ച് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കാണാവുന്നതാണ്.